BJP അവരുടെ സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. 100 പേരടങ്ങുന്ന അല്ലെങ്കിൽ 100 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവിടുക. അതിൽ കേരളത്തിലെ അടക്കം ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളും ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചന. ഇതിൽ എടുത്തു പറയത്തക്ക ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആദ്യ ലിസ്റ്റിൽ തന്നെ, ആദ്യ 100 പേരുടെ ലിസ്റ്റിൽ തന്നെ VIP-കൾ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട VIP-കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി വാരണാസിയിൽ തന്നെ മത്സരിക്കും. നിതിൻ ഗഡ്കരിയാണ്, അദ്ദേഹം നാഗപ്പൂരിൽ തന്നെ മത്സരിക്കും. അമിത്ഷാ ഗാന്ധിനഗർ, ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്ന് മത്സരിക്കും. ഏതാണ്ട് പകുതിയോളം കേന്ദ്രമന്ത്രിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഈ 100 സീറ്റിൽ, അതായത് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന 100 സീറ്റിൽ ഈ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും അടക്കമുള്ള VIP-കളുടെ ഒരു നീണ്ട നിര തന്നെയാണ്. ഒരുപക്ഷെ BJPയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിരിക്കും. കാരണം പ്രധാനമന്ത്രിയുടെയും ഒപ്പം തന്നെ അമിത്ഷായുടെയും ഒക്കെ പേരുകൾ ആദ്യ ലിസ്റ്റിൽ തന്നെ ഇടം പിടിക്കുന്നത്. ഏതായാലും 29-ന് വിപുലമായൊരു യോഗം, BJPയുടെ ഭാരവാഹികളുടെ വിപുലമായൊരു യോഗം BJP വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ബാക്കിയുള്ള ലിസ്റ്റുകളും, അതായത് മാർച്ച് തുടങ്ങുമ്പോൾ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുള്ളൊരു നീക്കമാണ് BJP നടത്തുന്നത്. ഒരുപക്ഷെ BJPയുടെ ചരിത്രത്തിൽ തന്നെ അത്രയും നീക്കം ആദ്യമായിട്ടായിരിക്കും. നമുക്കറിയാം, കേരളത്തിലൊക്കെ സ്ഥാനാർത്ഥികളെ വളരെ വൈകി മാത്രം പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു BJP എങ്കിൽ അതിനൊക്കെ ഒരു വലിയ മാറ്റം വരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം, മാർച്ച് 11-ന് ഈ ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫിക്കേഷൻ വരുമെന്നൊരു വാർത്ത കൂടിയുണ്ട്. അതിനു മുമ്പ് എല്ലാ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ അണിനിരത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.